ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏത് എന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നടന്ന LDC പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ LDC പരീക്ഷയോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന ചോദ്യങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വക ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നോ? കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച് എളുപ്പമുള്ളതായിരുന്നോ? കഴിഞ്ഞ LDC പരീക്ഷ മുഴുവൻ ചോദ്യങ്ങളും, മലയാളത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ചോദിച്ചത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു. ഈ പരീക്ഷ എന്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം മറക്കരുത്, നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്ന കാര്യവും കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എൻട്രിയിലെ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സുകൾ നിങ്ങളുടെ പഠനത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ, നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പൊ കാര്യത്തിലേക്ക് കടക്കുന്നു. ആലപ്പുഴ, പാലക്കാട് ജില്ലയിൽ നടന്ന LDC പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളുടെ അവലോകനത്തിലേക്ക്. 52 മുതൽ ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്ന് ചോദിച്ചു കാണുന്നു. 10 ചോദ്യങ്ങളല്ല, സാഹിത്യത്തിൽ നിന്നുള്ള കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 52ാമത്തെ ചോദ്യം കോഡ് A ആണെങ്കിൽ അതിലെ 52ാമത്തെ ചോദ്യം ഇതായിരുന്നു: താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റേക്കാട്ടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എന്നതാണ് ചോദ്യം. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ ബി സ്വർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം. ഓപ്ഷൻ സി മേഘഛായ, ആയിഷ, ഋഷിപ്രസാദം, ഉജ്ജയിനി. ഓപ്ഷൻ ഡി അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിന്റെ കഥ. ഇത്രയുമാണ് ഓപ്ഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ SK പൊറ്റേക്കാട്ടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളാണ്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് ആര്? SK പൊറ്റേക്കാട്ട്. 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യവും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെ വന്നൊരു ചോദ്യമാണിത്. അപ്പോ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ A തന്നെയാണ് ശരിയായ ഉത്തരം. ഇതിൽ വിഷകന്യക, ചന്ദ്രകാന്തം എന്നുള്ളത് SK പൊറ്റേക്കാട്ടിന്റെ വീടിന്റെ പേരുകൂടിയാണ് കേട്ടോ. ബാലിദ്വീപ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ യാത്രാവിവരണ കൃതിയാണ്. വിഷകന്യക നോവലാണ്. എന്റെ വഴിയമ്പലങ്ങൾ എന്നുള്ളത് SK പൊറ്റേക്കാട്ടിന്റെ എന്താണ്? ആത്മകഥയാണ് എന്നുള്ളതാണ്. നോക്കാം നമുക്ക് ആ വക പുസ്തകങ്ങൾ. ബാക്കി ഓപ്ഷനുകളും ഉണ്ടല്ലോ. സർഗസംഗീതവും ആയിഷയും വയലാറിന്റെ കൃതിയാണ്. നാടൻ പ്രേമം SKയുടെയാണ്. രാജാങ്കണം കുട്ടിക്കൃഷ്ണമാരാരുടെയാണ്. അതുപോലെ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ മേഘഛായ എന്ന കൃതി, അത് കാളിദാസന്റെ മേഘദൂത്. G ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മേഘഛായ എന്ന പേരിലാണ്. അതുപോലെ ഋഷിപ്രസാദം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ വീടിന്റെ പേര്. അതുകൂടാതെ ആ പേരിൽ അദ്ദേഹം ഒരു ആധ്യാത്മിക കൃതി കൂടി രചിച്ചിട്ടുണ്ട്. പിന്നെ ഉജ്ജയിനി എന്നുള്ളത്, അതും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളുമായി തന്നെ ബന്ധപ്പെട്ടതാണ് അല്ലെ. ഉജ്ജയിനി ONV കുറുപ്പ് രചിച്ച കാവ്യമാണ് ഉജ്ജയിനി, കഥാകാവ്യമാണ്. കാളിദാസന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് ONV കുറുപ്പ് രചിച്ച കഥാകാവ്യമാണ് ഏത്? ഉജ്ജയിനി. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോ അഗ്നിശലഭങ്ങൾ ONV കുറുപ്പിന്റെ കാവ്യസമാഹാരമാണ്. ഏണിപ്പടികൾ എന്നുള്ളത് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ്. തോരാമഴ എഴുതിയതാര? റഫീഖ് അഹമ്മദ് ആണ്. ഉമ്മക്കുൽസു മരിച്ചെന്ന് രാത്രി തൊട്ട് ഇന്നോളവും മഴ തോർന്നതില്ല, നമുക്കറിയാവുന്നതാണ്. പിന്നെയോ ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റേക്കാട്ടിന്റെ നോവലാണ്. ആത്മകഥാംശമേറി നിൽക്കുന്ന നോവലാണ്. ഈ നോവലിനാണ് SKക്ക് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അപ്പോ എല്ലാ കൃതികളെ കുറിച്ചും നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളായിരുന്നുവെങ്കിൽ ഈ ഉത്തരം ഇത് ശരിയാക്കുമായിരുന്നോ എന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്കിതൊന്ന് വിശദമായിട്ട് കാണാം. നോക്കിക്കേ, വിഷകന്യക SK പൊറ്റേക്കാട്ടിന്റെ നോവലാണ് അല്ലെ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോവലാണ്. എന്ത്? വിഷകന്യക എന്നുള്ളത്. ചന്ദ്രകാന്തം SK പൊറ്റേക്കാട്ടിന്റെ
കഥാസമാഹാരത്തിന്റെ പേരാണ് എന്ത്? ചന്ദ്രകാന്തം എന്നത്. പിന്നെയോ ബാലിദ്വീപ്, ബാലിദ്വീപിന്റെ ചിത്രമൊക്കെ നമുക്ക് ഇവിടെ കാണാം അല്ലെ. എസ്.കെ. പൊറ്റേക്കാട്ടിന്റെ യാത്രാ വിവരണ കൃതിയാണ് എന്ത്? ബാലിദ്വീപ്. പിന്നെ എന്റെ വഴിയമ്പലങ്ങൾ എന്തെന്നാണ്? നോക്കിക്കേ, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. സ്മരണകളാണ്. ആത്മകഥ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് അഥവാ സ്മരണകളാണ് എന്ത്? എന്റെ വഴിയമ്പലങ്ങൾ. കിട്ടിയല്ലോ. ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോ സർഗസംഗീതം എന്നുള്ളത് എന്താണ്? വയലാറിന്റെ തെരഞ്ഞെടുത്ത കവിതകളാണ് കേട്ടോ. അത് വയലാറിന്റെ കവിതകൾ സമാഹരിച്ചിട്ടുണ്ട് കെ ജയകുമാർ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കവിതകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ പഠനം രചിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത പേര്, കെ ജയകുമാർ കൊടുത്ത പേര് എന്തു തന്നെയായിരുന്നു? സർഗഗീതം എന്നായിരുന്നു കേട്ടോ. സർഗസംഗീതം എന്ന കൃതിയാണ് ആരുടേത്? വയലാർ രാമവർമ്മയുടേത്. പിന്നെ ആയിഷ, കണ്ടോ, ആയിഷ എന്ന കവിത എഴുതിയതും ആര് തന്നെയാണ്? വയലാർ രാമവർമ്മ തന്നെയാണ്. പിന്നെ നാടൻ പ്രേമം, കണ്ടോ, കുന്നംകുളത്തു നിന്ന് കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുസ്തകം കൊണ്ടുവന്നു, ഒപ്പം വായന തുടങ്ങി. കണ്ടോ, എം.ടി. വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായര് അദ്ദേഹത്തിന്റെ രമണീയം ഒരു കാലം എന്ന ആത്മകഥാംശമുള്ള കൃതിയില് എസ്.കെ. പൊറ്റേക്കാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ്, അല്ലെങ്കിൽ ആ ഇടത്താണ് എന്തെഴുതിയിരിക്കുന്നത്? നാടൻ പ്രേമം എന്ന നോവലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. നോക്കിക്കേ, രാജാങ്കണം എന്നുള്ളത് കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണ കൃതിയാണ്. നിരൂപണങ്ങളുടെ സമാഹാരമാണ് എന്ത്? രാജാങ്കണം എന്നത്. കുട്ടിക്കൃഷ്ണമാരാരെ മനസ്സിലായല്ലോ. നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ പരിണാമം എന്ന അധ്യായം പഠിക്കാനുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതി ഭാരത പര്യടനത്തിലെ ഒരു ഭാഗമാണേത്? യുദ്ധത്തിന്റെ പരിണാമം. അങ്ങനെ കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചുള്ള ചോദ്യം അവിടെ നിന്ന് ചോദ്യമല്ല, ഓപ്ഷനിൽ വരാനുള്ള കാരണം അതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കൃഷ്ണമാരാരുടെ മറ്റൊരു രചനയാണ്, അല്ലെങ്കിൽ മറ്റൊരു നിരൂപണ സമാഹാരമാണേത്? രാജാങ്കണം. പിന്നെ അടുത്തത് ഉജ്ജയിനിയുടെ കാര്യം പറഞ്ഞല്ലേ. കാളിദാസന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് ONV കുറുപ്പ് രചിച്ച കൃതിയാണേത്? ഉജ്ജയിനി. പിന്നെ നോക്കിക്കേ, കാളിദാസന്റെ മേഘ സന്ദേശത്തിന് ശ്രദ്ധരാവൃത്തത്തിൽ ജി ശങ്കരക്കുറുപ്പ് തയ്യാറാക്കിയ തർജ്ജമയുടെ പേരാണ് എന്ത്? മേഘഛായ എന്നുള്ളത്. പിന്നെ ഋഷിപ്രസാദം എന്നുള്ളത് വീട്ടുപേരാണെന്ന് പറഞ്ഞു. ഇത് ആരുടെയാ? കുട്ടിക്കൃഷ്ണമാരാരുടെയാണ് കേട്ടോ. കുട്ടിക്കൃഷ്ണമാരാരുടെ വീട്ടുപേരും കൂടിയാണ് എന്ത്? ഈ പറയുന്ന ഋഷിപ്രസാദം എന്നുള്ളത്. അതുകൂടാണ്ട് ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മതപരവും തത്വചിന്താപരവുമായ 18 പ്രബന്ധങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനാസക്തി യോഗം, ധർമ്മം, സത്യം, ശാന്തി, ഉപാസന തുടങ്ങിയവയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രബന്ധങ്ങൾ. കണ്ടല്ലോ. പിന്നെ അടുത്തത് അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിന്റെ കഥ. ഓപ്ഷൻ ഡി ഇതായിരുന്നല്ലോ. നോക്കിക്കേ, ONV കുറുപ്പിന്റെ കാവ്യ സമാഹാരമാണ് അല്ലെ അഗ്നിശലഭങ്ങൾ എന്ന കാവ്യ സമാഹാരത്തിനാണ് ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അക്ഷരം എന്ന കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതുപോലെ തകഴി ശിവശങ്കരപിള്ളയുടെ ഏണിപ്പടികൾ എന്ന നോവലിനാണ് തകഴിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. റഫീഖ് അഹമ്മദിന്റെ വളരെ പ്രസിദ്ധമായ കവിതയാണ് ഏത്? തോരാമഴ. ചെറിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഉമ്മക്കുലുസു മരിച്ചെന്ന് രാത്രി തൊട്ട് ഇന്നോളവും മഴ തോർന്നതില്ല അല്ലെ. നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ മാമ്പഴം എന്ന കാവ്യത്തെ അനുസ്മരിപ്പിക്കുമാറൊരു രചനയാണ് ഏത്? തോരാമഴ. പിന്നെ നോക്കിക്കേ, ഒരു ദേശത്തിന്റെ കഥ ആരുടെയാ? എസ്.കെ. പൊറ്റേക്കാട്ടിന്റെയാണ്. ആത്മാംശമേറി നിൽക്കുന്ന നോവലാണ്. ഒരു ദേശത്തിന്റെ കഥ സഞ്ചാര സാഹിത്യ കൃതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പേര് കേൾക്കുമ്പോ അങ്ങനെ തോന്നാം. അദ്ദേഹത്തിന്റെ ഒരു സാങ്കല്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിൽ പ്രമേയമാകുന്നത്. അതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ ശ്രീധരനും ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്ററുമാണ്. അതിൽ ശ്രീധരൻ ആര് തന്നെയാണ്? എസ്.കെ. പൊറ്റേക്കാട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ നോവലിന് തന്നെയാണ് അദ്ദേഹത്തിന് 1980 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചത്.
ഒന്നാമത്തെ ചോദ്യം പൂർണ്ണമാകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആര് എന്നതാണ് ചോദ്യം. NN പിള്ള, N കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാ ശരിയായ ഉത്തരം? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് കേട്ടോ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ട് എന്ന കൃതി 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചോദ്യപേപ്പർ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. വൈലോപ്പിള്ളിയുടെ കൃതികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അന്തിചായുന്നു, ഓണപ്പാട്ടുകൾ, കുന്നിമണികൾ, കുരുവികൾ, ചരിത്രത്തിലെ ചാരുദൃശ്യം, വൈലോപ്പിള്ളിയുടെ ബാലകവിതകൾ, കടൽക്കാക്കകൾ, കന്നിക്കൊയ്ത്ത്, കയ്പവല്ലരി, കുടിയൊഴിക്കൽ, മകരക്കൊയ്ത്ത്, മുകുളമാല, വിട, വിത്തും കൈക്കോട്ടും, വൈലോപ്പിള്ളി കവിതകൾ, ശ്രീരേഖ, മിന്നാമിന്നി, പച്ചക്കുതിര എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാവ്യസമാഹാരങ്ങളാണെന്നും എന്റെ കാവ്യലോക സ്മരണകൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ടെന്നും ഹിമവാന്റെ പുത്രികൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമാണെന്നും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകവും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ചിട്ടുണ്ട് എന്ന് ചോദ്യോത്തര ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും എന്ന വിശ്വാസത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏത് എന്നതാണ് 55ാമത്തെ ചോദ്യം. വിഷാദ വേശ്യകളെ കുറിച്ചുള്ള ഓർമ്മകൾ, അൺടിൽ ഓഗസ്റ്റ്, കോളറ കാലത്തെ പ്രണയം, ടെസ്റ്റമെന്റ്സ് ബിട്രൈഡ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? അൺടിൽ ഓഗസ്റ്റ് ആണ് ശരിയായ ഉത്തരം കേട്ടോ. 2024 മാർച്ച് മാസത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് കേട്ടോ. ഇതാണ് ആ പുസ്തകത്തിന്റെ മുഖചിത്രം. അൺടിൽ ഓഗസ്റ്റ്, ദ ലോസ്റ്റ് നോവൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാർക്കസിന്റെ മരണാനന്തരം 2024 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. അദ്ദേഹത്തിന്റെ 97ാം ജന്മവാർഷിക ദിനമായ മാർച്ച് 6-നാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. പത്രത്തിലൊക്കെ വാർത്തയായിരുന്നു. ചിലരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിനെ പരിചയം ഉണ്ടാകുമല്ലോ. ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റ് ആണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. പത്രപ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും പിന്നെ സാഹിത്യത്തിന് വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ സമയവും മാറ്റിവെക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ലോക സാഹിത്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നോവലിസ്റ്റ് കൂടിയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. കോളറ കാലത്തെ പ്രണയം, ഏകാന്തതയുടെ 100 വർഷങ്ങൾ അല്ലെ, ലവ് അറ്റ് ദി ടൈം ഓഫ് കോളറ, പിന്നെ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് തുടങ്ങിയ നോവലുകളൊക്കെ ആരുടേതാണ്? മാർക്വേസിന്റെയാണ്. അദ്ദേഹം അൽഷൈമേഴ്സ് അസുഖം ബാധിച്ചാണ് മരണമടഞ്ഞത്. അൺടിൽ ഓഗസ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച കൃതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓസ്കാർ ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മിക്കവാറും തന്നെ PSC പരീക്ഷയിൽ ചോദ്യം വരാറുള്ളതാണ്. ഇതൊരു പുതിയ കാര്യമല്ല, നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ 2024 ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം 56ാമത്തെ ചോദ്യമായിട്ട് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു: അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏത് എന്നതാണ് ചോദ്യം. ഫീച്ചർ സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒപ്പൻഹൈമറിലേക്ക് ഉത്തരം പോകാതിരുന്നത് അല്ലെ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇതിന് കിട്ടിയത്, ഒപ്പൻഹൈമറിന് കിട്ടിയത്. അതുകൂടാതെ അനേകം പുരസ്കാരങ്ങൾ ഒപ്പൻഹൈമർ സ്വന്തമാക്കുകയുണ്ടായി. നമ്മുടെ വിഷയം പക്ഷേ അതല്ല. ഫീച്ചർ സിനിമ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ സിനിമ ഏത് എന്നതാണ് ചോദ്യം. അതേതാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നോക്കാം നമുക്ക്. ഓസ്കാർ പുരസ്കാരം, ഇത്തവണത്തെ ഓസ്കാർ പുരസ്കാരം നേടിയ പ്രധാന കൃതികൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാന ചലച്ചിത്രങ്ങൾ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആരാണ്? ഡാവൈൻ ജോയും റാൻഡോൾഫുമാണ്. ദ ഹോൾഡവേഴ്സ് എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? വാർ ഈസ് ഓവർ എന്നതാണ്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? ദ ബോയ് ആൻഡ് ദി ഹെറോൺ ആണ്. ദ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അനാട്ടമി ഓഫ് എ ഫോൾ ആണ്. പിന്നെ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അമേരിക്കൻ ഫിക്ഷൻ ആണ്. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, അതുപോലെ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ പൂർ തിങ്സ് എന്ന
സിനിമയാണ് പുരസ്കാരം കരസ്ഥമാക്കിയത്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഏതാണ്? സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡൗണിക്കാണ്, റോബർട്ട് ഡൗണി ജൂനിയറിനാണ് കിട്ടിയത്. ചിത്രം ഒപ്പൻഹൈമർ. അതുപോലെ മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും ഒപ്പൻഹൈമർ തന്നെയാണ്. അതുകൂടാതെ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഒപ്പൻഹൈമർ ആണ്. ബെസ്റ്റ് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒപ്പൻഹൈമർ തന്നെയാണ്. ബെസ്റ്റ് ഡയറക്ടർ നമുക്കറിയാം ക്രിസ്റ്റഫർ നോളന്റെ ചിത്രമാണ് ഒപ്പൻഹൈമർ. ബെസ്റ്റ് ആക്ടറിനുള്ള പുരസ്കാരവും ഡയറക്ടർക്കുള്ള പുരസ്കാരവും അതുപോലെ ബെസ്റ്റ് പിക്ചർ അല്ലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ഒപ്പൻഹൈമർ തന്നെയാണ് സ്വന്തമാക്കിയത്. പിന്നെ ബെസ്റ്റ് സൗണ്ട് അല്ലെ നമ്മുടെ സോൺ ഓഫ് ഇൻട്രസ്റ്റിന് ബെസ്റ്റ് ഫീച്ചർ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കൂടാതെ ബെസ്റ്റ് സൗണ്ടിനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. അതുപോലെ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in മരീപ്പോൾ ആണ് കേട്ടോ പുരസ്കാരം ലഭിച്ച ചിത്രം. വാട്ട് വാസ് ഐ മേഡ് ഫോർ, ബാർബി എന്ന സിനിമയിലെ വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഗാനമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. എമ്മ സ്റ്റോണിനാണ് പുവർ തിങ്സ് അല്ലെ ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ നടിയായ എമ്മ സ്റ്റോൺ തന്നെയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഓസ്കാറിലെ ഇത്തവണത്തെ ഓസ്കാർ വിരുന്ന് ഇതൊക്കെയായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 57ാമത്തെ ചോദ്യവും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. നോക്കാം. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര് എന്നതാണ് ചോദ്യം. അയ്യപ്പ പണിക്കര്, വള്ളത്തോൾ നാരായണ മേനോൻ, ONV കുറുപ്പ്, മധുസൂദനൻ നായർ. ഏതാണ് ശരിയായ ഉത്തരം? അയ്യപ്പ പണിക്കരാണ് കേട്ടോ. അയ്യപ്പ പണിക്കരുടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. കണ്ടോ, അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിൽ നിന്നാണ് ഈ വരികൾ. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ്. ആ യൂണിറ്റിന്റെ ആമുഖമായിട്ടാണ് ഈ വരികൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ചോദ്യം വന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോയട്രി അല്ലെ പാബ്ലോ നെരൂദയുടെ പോയട്രി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒരു ചോദ്യം വന്നിരുന്നല്ലോ. അതും ഇതുപോലെ തന്നെ ഒരു യൂണിറ്റിന്റെ ഇൻട്രോ ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 58ാമത്തെ ചോദ്യം വീണ്ടും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വശത്ത് രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, സുഭാഷ് ചന്ദ്രൻ, കാളിദാസൻ എന്നിവരും, മറുവശത്ത് ഋതുസംഹാരം, പറുദീസ നഷ്ടം, കുചേലവൃത്തം, ഘോഷയാത്ര എന്നിവയുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം രാമപുരത്തു വാര്യര് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയാണ് ഏത്? ഘോഷയാത്ര. സുഭാഷ് ചന്ദ്രനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രസിദ്ധമായ ചെറുകഥാ സമാഹാരമാണേത്? പറുദീസ നഷ്ടം. അതുപോലെ കാളിദാസന്റെ വളരെ പ്രസിദ്ധമായ കൃതിയാണേത്? ഋതുസംഹാരം. വളരെ എളുപ്പമല്ലേ? വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇല്ല, വളരെ എളുപ്പമുള്ളതാണ്. എല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിലെ കേട്ടിട്ടുള്ളതാണ്. അപ്പോ 1C 2D 3B 4A. ശരിയായ ഉത്തരം ഏതാ? അപ്പോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉത്തരാധുനിക നോവലും അതിന്റെ കഥാപാത്രങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ പുറ്റ് അല്ലെ, വിനയ് തോമസിന്റെ പുറ്റിനെ കുറിച്ചും ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തുടങ്ങിയ അല്ലെ ഉത്തരാധുനിക നോവലുകളിൽ നിന്നുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത്. മീശ അടക്കമുള്ള നോവലുകളിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇത് പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നടന്ന LDC പരീക്ഷയിൽ പക്ഷേ അത്ര ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ചോദിച്ചത്. നമ്മളും ഈ ചോദ്യം ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാ നോക്കിക്കേ, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് ആരാ? രാമപുരത്തു വാര്യരാണ് അല്ലെ. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയാണ് ഘോഷയാത്ര. സുഭാഷ് ചന്ദ്രന്റെ ചെറുകഥാ സമാഹാരമാണ് ഏത്? പറുദീസ നഷ്ടം അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരൻ അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ലാബിലേക്ക് പോവുകയാണ്. അപ്പൊ ബസ്സിലാ പോയിക്കൊണ്ടിരുന്നത്. ബസ് ബ്ലോക്കിൽ പെട്ട സമയത്ത് ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ആ ഗർഭപാത്രം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്
ബാഹ്യമായി വായിക്കുമ്പോൾ കഥയുടെ പ്രമേയം, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ സുഭാഷ് ചന്ദ്രൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പറുദീസാനഷ്ടം എന്ന കൃതി ശരിക്കും എഴുതിയേക്കുന്ന ജോൺ മിൽട്ടൺ ആണ് അല്ലെ. ലോസ്റ്റ് പാരഡൈസ് എല്ലാവർക്കും അറിയാവുന്ന കൃതിയാണ്. പക്ഷെ ആ കൃതിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പറുദീസാനഷ്ടം എന്നുള്ളത് സുഭാഷ് ചന്ദ്രന്റെ ചെറുകഥയാണ് കേട്ടോ. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഋതുസംഹാര എന്ന കൃതി എഴുതിയത് ആരാണ്? കാളിദാസനാണ് കേട്ടോ. കാളിദാസനാണ് ഋതുസംഹാരം. അതല്ലേ നമ്മളോട് ചോദിച്ചത് കണ്ടോ. ഋതുസംഹാരം കാളിദാസന്റെ കൃതിയാണ്. നേരത്തെ നമ്മൾ മേഘഛായ പറഞ്ഞിരുന്നു അല്ലെ. മേഘദൂത് മലയാളത്തിലെ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ സന്ദേശകാവ്യ കൃതിയായിട്ട് പരിഗണിക്കുന്നതാണ് ഏത്? മേഘസന്ദേശം അല്ലെ. അത് മേഘദൂത് എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് മേഘഛായ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനി മലയാളത്തിലെ 10 ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വൊക്കാബുലറി പാർട്ടിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. നിങ്ങൾ മിക്കവാറും ഇതിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിക്കേ, ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണ്മ, ജാഗരം, നിരതം, ബോധനം. ഏതാ? ജാഗരമാണ് അല്ലെ. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രതയോടുകൂടി ഇരിക്കുക. പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജാഗ്രത, ജാഗരം. അപ്പൊ ജാഗ്രതയുടെ വിപരീതമാണ് എന്ത്? സുഷുപ്തി എന്ന് പറഞ്ഞാൽ മയക്കമാണ്. ഇതൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ജാഗ്രത വിപരീതം സുഷുപ്തിയാണ്. ജാഗരം, ജാഗ്രത എന്നൊക്കെ പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം പരിശോധിക്കാം. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ളത്. സത്ത എന്നുള്ള അർത്ഥത്തിലാണ് ഉണ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സത്യം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ശരിക്കും ഉണ്മ എന്ന വാക്കിന് ഉണ്ട് എന്നുള്ള സ്ഥിതി അല്ലെ. എന്തെങ്കിലും ഒരു വസ്തുവാകട്ടെ, ഒരു കാര്യമാകട്ടെ. ഇപ്പോ ഉണ്മ അത് സ്നേഹമാകാം. സ്നേഹം ഉണ്മാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്നേഹം ഉണ്ടെന്നുള്ള അവസ്ഥയാണ്. നിരതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിരതം നിരന്തരം, അനുസ്യൂതം, തുടർച്ചയായി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്കാണ് ഏത്? നിരതം. ബോധനം എന്ന് പറഞ്ഞാലോ ഉണർത്തൽ, പഠിപ്പിക്കൽ, ബോധിപ്പിക്കൽ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഏത്? ബോധനം. അടുത്ത ചോദ്യം ഇതാണ്, വളരെ എളുപ്പമുള്ളതാണ്. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ, തിരുവടികൾ എന്നുള്ള വാക്ക് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചത് അത് പിരിച്ചെഴുതാനാണ്. നമുക്കറിയാം തിരുവാതിര നമ്മൾ പിരിച്ചെഴുതിയിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ തിരുവാതിര പിരിച്ചെഴുതുന്നേ? തിരു അധികം ആതിര. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വകാരം ആഗമിച്ചു അല്ലെ. ചേർത്തെഴുതിയപ്പോ തിരുവാതിര എന്നായി. അതുപോലെ തന്നെയാണ് എന്തിന്റെയും അവസ്ഥ? തിരുവടി, തിരു അധികം അടി എന്ന് എഴുതിയപ്പോ വകാരം ആഗമിച്ചിരിക്കുന്നു. ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ലേ? നോക്കിക്കേ, കണ്ടു അധികം ഇല്ല, കണ്ടില്ല. ഉകാരം ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധി. തിരു അധികം ഓണം, തിരുവോണം. വാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. തിരു അധികം ആതിര, തിരുവാതിര. വകാരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. സത അധികം ജനം, സജ്ജനം. താ പോയിട്ട് ജ വന്നതുകൊണ്ട് ആദേശസന്ധി. താമര അധികം കുളം സമം താമരക്കുളം. ക എന്ന അക്ഷരം ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധി. ചോദ്യപേപ്പർ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഞ്ചിക്കുക, ഉയർച്ച തടയുക, അവസാനിപ്പിക്കുക, ചില്ല മുറിക്കുക. കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാല് എന്തൊക്കെ അർത്ഥമുണ്ട്? വഞ്ചിക്കുക എന്നും അർത്ഥമുണ്ട്, ഉയർച്ച തടയുക എന്നും അർത്ഥമുണ്ട്. അപ്പോ 1ഉം 2ഉം അതെവിടെയാ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അവസാനിപ്പിക്കുക പരീക്ഷയ്ക്ക് ഒരിടയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിരുന്നതാണ് ശൈലിയുമായി ബന്ധപ്പെട്ടല്ലേ. ഭരതവാക്യം ചൊല്ലുക, അതുപോലെ ധനാശി പാടുക, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക എന്നാണ്. ചില്ല മുറിക്കുക എന്ന അർത്ഥം വരുന്ന ഒരു ശൈലിയും ഇല്ല. അത് കുതികാൽ വെട്ടുക, സാധാരണ വെട്ടാറുള്ളത് മരമാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്നത് കേട്ടോ. വളരെ എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, ചോദ്യമല്ല, കുറച്ച് ശൈലികൾ കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പട പറയുക എന്ന് പറഞ്ഞാൽ എന്താ? നേരം പോക്ക് പറയലാണ്. അതുപോലെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ
പടവും അല്ലെങ്കിൽ ചൂട്ടും കൊളുത്തിപ്പട, പന്തം കൊളുത്തിപ്പട. ഇവിടെ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തിപ്പട എന്നാണ് പറയാറുള്ളത്. മറ്റൊരിടത്തോ ചൂട്ടും കൊളുത്തിപ്പട, അതുപോലെ പടവും കൊളുത്തിപ്പട എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് കേട്ടോ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉപദ്രവം കരുതി മാറിപ്പോയ സ്ഥലത്ത് കൂടുതൽ ഉപദ്രവം. ഇവിടെ വലിയ പ്രശ്നമാണല്ലോ, എന്നാ മാറി താമസിച്ചേക്കാം എന്ന് വിചാരിച്ച് മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചതാണ്. അവിടെ ഇതിനേക്കാൾ കേമമാണ് അവസ്ഥ. അതിനെ ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് എന്ത്? പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളുത്തി പട. മറ്റൊരു ശൈലി നോക്കാം. പടം കാട്ടുക അല്ലെങ്കിൽ പടം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പറഞ്ഞ് ചതിക്കുക, വാക്കിലല്ലാതെ പ്രവൃത്തിയിലൊന്നും ഇല്ലാതിരിക്കുക, പടം കാണിക്കുക, അല്ലെ? ഏട് കാട്ടുക എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പറയുമ്പോ എല്ലാം ഉണ്ട്. വാ ചക്കര കൈ കൊക്കര എന്നൊരു ശൈലി ഉണ്ടല്ലോ. പറയുമ്പോ തേനൂറുന്ന വാക്കുകളിലൂടെ ആയിരിക്കാം ആ വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത്, പക്ഷെ ഉള്ളിലോ നമ്മളോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ പറയുന്നതൊന്നും തന്നെ അവൻ പ്രവർത്തിക്കുന്നില്ല. ആ അവസ്ഥയിലാണ് എന്ത് പറയുന്നത്? പടം കാട്ടുക എന്ന ശൈലി പ്രയോഗിക്കുന്നത്. പടം പൊക്കുക എന്ന് പറഞ്ഞാലോ ഭയപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് കേട്ടോ. പാമ്പിന്റെ പടം പൊഴിക്കലിൽ നിന്നാണ് ഇങ്ങനെ ഒരു ശൈലി ഉണ്ടായത്. അതുപോലെ മറ്റൊന്ന് നോക്കിക്കേ. പടമുഖത്തിലും അറിമുഖം വേണം എന്ന് പറഞ്ഞാലോ എവിടെയായാലും അല്പമെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗുണവുമുണ്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് പടമുഖത്തിലും അറിമുഖം വേണം. പടകണ്ട കുതിര എന്ന് പറഞ്ഞാലോ വിഭ്രമം കാണിക്കുന്നവനാണ്, ടെൻഷൻ അടിക്കുന്നവനെയാണ് എന്ത് പറയുന്നത്? പടകണ്ട കുതിര എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്. ചോദ്യം ക്ലാസ്സിൽ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് തന്നെ ഓർമ്മയില്ല. നോക്കിക്കേ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പുഷ്പങ്ങൾ, വൈദ്യർ, അധ്യാപകർ, ദേവകൾ. ഏതാ ശരിയായ ഉത്തരം? വൈദ്യരാണ് അല്ലേ? വൈദ്യർ എന്നുള്ളത് ശരിക്കും ഏകവചനമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അർ എന്ന ശബ്ദം വാക്കിന്റെ ഒടുവിൽ ചേർത്തിരിക്കുന്നത്? അത് ആ വൈദ്യന് കൊടുക്കുന്ന ബഹുമാന സൂചകമായിട്ടാണ് വൈദ്യർ അർ പ്രത്യയം വൈദ്യൻ എന്ന ഏകവചനത്തോടൊപ്പം ചേർത്ത് പ്രയോഗിക്കുന്നത്. അപ്പൊ പുഷ്പങ്ങളോ? പുഷ്പങ്ങൾ എന്ന് പറയുന്നത് നപുംസകത്തിന്റെ കൂടെ ബഹുവചന പ്രത്യയം ചേർത്തതാണ് അല്ലെ? പൂക്കൾ അതിനെന്തില്ല? ജീവനില്ല. അപ്പൊ നപുംസകമാണ്. ങ്ങൾ എന്ന് പറയുന്നിടത്ത് അതിന്റെ ബഹുവചനവുമാണ്. അപ്പൊ നപുംസകത്തിന്റെ ബഹുവചനം എന്താണ്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓർക്കുന്നുണ്ടല്ലോ? അതുപോലെ അധ്യാപകർ എന്ന് പറയുന്നിടത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടാകാം? അധ്യാപകർ എന്ന് പറയുന്നിടത്ത് അധ്യാപകനും അധ്യാപികയും ഉണ്ടാകാം അല്ലെ? ആണും പെണ്ണും ഉണ്ടാകാം. അപ്പൊ രണ്ടുമാകാം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ബഹുവചന വിഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ദേവകൾ എന്ന് പറയുന്നിടത്ത് ആരൊക്കെ ഉണ്ടാകാം? ദേവനും ഉണ്ടാകാം, ദേവിയും ഉണ്ടാകാം. അപ്പൊ ദേവകൾ എന്നുള്ളതും എന്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനത്തിന് തന്നെ ഉദാഹരണമാണ്. നോക്കാം. പൂജക ബഹുവചനവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. വൈദ്യർ, ഭാഗവതർ, വാദ്യാർ, ആചാര്യർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ. കണ്ടോ ഇവിടെ തിരുവടി എന്ന വാക്ക് വന്നു അല്ലെ? ന്യായാധിപർ, സ്വാമികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, പണിക്കർ, മാരാർ, പത്രാധിപർ, അവർകൾ. പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണിത്. പൂജക ബഹുവചനം സത്യത്തിൽ എന്താണ്? ഏകവചനമാണ്. ഏകവചനത്തോടൊപ്പം ബഹുമാനത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചേർക്കുന്നു? അർ അല്ലെങ്കിൽ കൾ പ്രത്യയം ചേർക്കുന്നു എന്നേ ഉള്ളൂ. കിട്ടിയല്ലോ? ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ജിജ്ഞാസ, ഉത്തരവാദിത്വം, ആസ്തിക്യം, ആദരാഞ്ജലി. ജിജ്ഞാസ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പക്ഷെ ഉത്തരവാദിത്വം ശരിയാണോ? അല്ല, ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് അല്ലെ? നമുക്കറിയാം സമീപകാലത്ത് വരെ PSC പരീക്ഷയിൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്കിന്റെ മലയാളമായിട്ട് പറയാറുള്ളത് എന്താണ്? ഉത്തരവാദിത്തം എന്നാണ്. തനത് മലയാള പദമായതുകൊണ്ട് വാക്കിന്റെ ഒടുവിൽ ത്വം അല്ല തമ്മാണ് വരേണ്ടത്
എന്ന കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണത്തെ LDC പരീക്ഷ മുതൽ LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലും ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരവാദിത്വം ആണ് ശരി എന്നുള്ള അർത്ഥത്തിൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ PSC അത് മാറ്റി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഉത്തരവാദിത്തം ആയിരുന്നു ഒരു കാലം വരെ ശരിയായ പദം എന്ന പരിഗണനയിലാണ് PSC പോയിരുന്നതെങ്കിൽ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. ഉത്തരവാദിത്വം PSC പരീക്ഷയിൽ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെസ്പോൺസിബിലിറ്റിയുടെ മലയാളമായിട്ട് ഇനി മുതൽ എന്ത് പരിഗണിച്ചാൽ മതി? ഉത്തരവാദിത്വം പരിഗണിച്ചാൽ മതിയാകും. അപ്പൊ സാർ ഉത്തരവാദിത്വമല്ലേ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾ ഇത് ഉത്തരം എഴുതിയിട്ട് അല്ലെ ഇതാണ് ഞങ്ങൾ ഉത്തരമായിട്ട് മാർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? MR4Y ഓർക്കുന്നുണ്ടോ? MR4Y ക്ഷമിക്കണം, MPA എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ആസ്തിക്യം എന്ന വാക്ക് ശരിയാണ്. ആദരാഞ്ജലി എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, ആദരാഞ്ജലി. ആദ്യം ന്യായും രണ്ടാമത് ജായുമാണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം ജായും രണ്ടാമത് ന്യായുമാണ്. ഇവിടുത്തെ എന്താ എഴുതിയിരിക്കുന്നത്? ആദരാഞ്ജലി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണോ വേണ്ടത്? അല്ല, ആദരാഞ്ജലി എന്നാണ് വേണ്ടത്. ഉത്തരവാദിത്വം എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട്, പക്ഷെ ഇങ്ങനൊരു വാക്കേ മലയാളത്തിലില്ല അല്ലെ. ആദരാഞ്ജലി എന്നൊരു വാക്കേ മലയാളത്തിലില്ല. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ള ഉത്തരം എന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഓപ്ഷൻ ഡി ആണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരോടുള്ള ഒരു കാര്യം ഇതാണ്, റെസ്പോൺസിബിലിറ്റിയുടെ മലയാളമായിട്ട് ഇനി എന്തേ പരിഗണിക്കാവൂ? ഉത്തരവാദിത്വം അല്ലെ. PSC പരീക്ഷയിൽ തന്നെയാണ് ഉത്തരവാദിത്വം ആണ് ശരിയായ പദം എന്ന രീതിയിൽ ഒരു കാലം വരെ ചോദ്യം വന്നിരുന്നത്. ഇപ്പോഴത് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പദങ്ങളെ നമ്മൾ ക്ലാസ്സിൽ പതിവായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഒരിക്കൽ കൂടി അവയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ലക്ഷറി എന്നർത്ഥം വരുന്ന ആഡംബരം എന്ന വാക്ക് എങ്ങനെയാ എഴുതേണ്ടത് അല്ലെ? അകത്തേക്ക് ചുറ്റിക്കെട്ടിയുള്ള ഡ അല്ല വേണ്ടത്, മൃദുവായ ഡ മതിയാകും കേട്ടോ. അതുപോലെ ഡീപ്പ് എന്നുള്ള അർത്ഥത്തിൽ അഗാധം എന്ന് എഴുതുമ്പോ നാ തിരിച്ചിട്ടുള്ള ധായാണ് കേട്ടോ വേണ്ടത്. ആന്തരികം, ഇന്നർ എന്ന അർത്ഥത്തിൽ ആന്തരികം അല്ല, ആന്തരികം എന്നേ ഉള്ളൂ. അതുപോലെ അദ്ഭുതം എന്ന് എഴുതുമ്പോ രണ്ടാമത്തെ അക്ഷരം തായല്ല, പിന്നെയോ ദായാണ് കേട്ടോ വേണ്ടത്. പിരിച്ചെഴുതുമ്പോ അത് അധികം ഭുതം, ചേർത്തെഴുതുമ്പോ അദ്ഭുതം. പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്താവുകയാണ്? മൃദുവാവുകയാണ് കേട്ടോ. ആപാദ മധുരം എന്ന് പറഞ്ഞാൽ അടിമുടി മധുരം, ദായാണോ വേണ്ടത്? അല്ല, പിന്നെയോ തായാണ് കേട്ടോ വേണ്ടത്. ആപാദ മധുരം. അങ്ങിനെ എന്ന് പറയില്ല, അങ്ങനെ. അതുപോലെ അധപ്പതനം എന്ന് എഴുതുമ്പോ എന്തു വേണം? വിസർഗ ചിഹ്നം വേണം. വിസർഗ ചിഹ്നം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശേഷം വരുന്ന വർണ്ണത്തെ ഇരട്ടിപ്പിക്കണം. അങ്ങനെ അധപ്പതനം. 2 പായ എഴുതണം അല്ലെ. വിസർഗ ചിഹ്നം ഉണ്ടെങ്കിൽ ഒരു പായ എഴുതിയാൽ മതി, അല്ലെങ്കിലോ 2 പാ എഴുതണം. ആച്ഛാദനം. ആച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂടിവെക്കലാണ്. അതിന്റെ വിപരീതമാണ് എന്ത്? അനാച്ഛാദനം. അപ്പോ ആച്ഛാദനം അല്ലെങ്കിൽ അനാച്ഛാദനം എന്ന് എഴുതുമ്പോ ചായും ഛായുമാണ് ചേരേണ്ടത് കേട്ടോ. ഖരവർണവും അധികരവർണവുമാണ് ചേരേണ്ടത്. അതുപോലെ ആദരാഞ്ജലി എന്ന വാക്കുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ജായും ഞായും അല്ല വരേണ്ടത്, ഞായും ജായുമാണ് വരേണ്ടത്. ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള വാക്കാണ്. നിങ്ങളിൽ പലരും ഇത് ഓർത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ ആധുനികം അല്ലെ, പുരാതനം, അർവാചീനം, അപ്രാചീനം. ഇതിലേതാണ് ശരിയായ പദം, ശരിയായ വിപരീത പദം എന്നതാണ് ചോദ്യം. പ്രാചീനം ഒറ്റയടിക്ക് നമ്മൾ എന്ത് എഴുതി വെക്കും? ആധുനികം എന്ന് എഴുതി വെക്കും അല്ലെ. ആധുനികം എന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. ആധുനികം എന്ന വാക്കിന്റെ ശരിയായ വിപരീത പദം ഏതാണ്? പൗരാണികമാണ് കേട്ടോ. പൗരാണികം വിപരീതം ആധുനികമാണ്. പിന്നെ പ്രാചീനത്തിന്റെ വിപരീതം ആധുനികം പറഞ്ഞാലും തെറ്റില്ല, പക്ഷേ കൂടുതൽ ശരിയായത് ഏതാണ്? അർവാചീനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ്. അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ എ ഉത്തരമാകാം, പക്ഷേ അർവാചീനം എന്ന വാക്കുണ്ടെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഏത് വാക്കിനെയാണ്? അർവാചീനത്തിനെയാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ദാ നോക്കിക്കേ, ദാ
ക്ലാസ്സിലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ സ്ലൈഡ്. വന്ധ്യൻ വിപരീതം നിന്ദ്യൻ. വന്ദിക്കപ്പെടേണ്ടവൻ വന്ധ്യനാണ്, നിന്ദിക്കപ്പെടേണ്ടവൻ നിന്ദ്യനാണ്. പ്രസന്നൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാനാണ്, വിഷണ്ണൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതനാണ്. കുപിതൻ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടവനാണ്, മുദിതൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാനാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, വിഷാദം എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. പ്രാചീനം പഴയതാണെങ്കിൽ അർവാചീനം പുതിയതാണ്. ഭാഗികം എന്ന് പറഞ്ഞാൽ പാർഷ്യലാണ്, മുഴുവൻ എന്നുള്ള അർത്ഥത്തിലാണ് സമഗ്രം എന്ന വാക്ക് ഉപയോഗിക്കുക. മുഖ്യം പ്രധാനപ്പെട്ടത്, ഗൗണം അപ്രധാനം. വിനീതൻ എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവൻ അല്ലെ, താഴ്മയോടുകൂടി വിനീതനായിട്ട് പെരുമാറുന്നവനാണ്. ഉദ്ധതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അഹങ്കാരിയാണ്. വാചാലൻ എന്ന് പറഞ്ഞാൽ മിതവും ധാരാളമായി സംസാരിക്കുന്നവനാണ് ആര്? വാചാലൻ. മിതവും സാരവുമായി സംസാരിക്കുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? വാഗ്മി. വിരക്തി എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മയും, ആസക്തി എന്ന് പറഞ്ഞാൽ അമിതമായ താല്പര്യവുമാണ്. പരീക്ഷയ്ക്ക് ഇത് ചർച്ച ചെയ്തത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഞ്ഞ എന്നർത്ഥം വരാത്ത പദം ഏത്? മഞ്ഞിന്റെയൊക്കെ പര്യായ പദങ്ങൾ എത്ര തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീഹാരം, തുഷാരം, തുഹിനം അല്ലെ, അതുപോലെ പ്രാലേയം, ഇതൊക്കെ എന്താണ്? മഞ്ഞിന്റെ പര്യായ പദമാണ്. പക്ഷേ നിധനം എന്ന് പറഞ്ഞാൽ എന്തല്ല? മഞ്ഞിന്റെ പര്യായം അല്ല. നോക്കിക്കേ, നിധനം എന്ന വാക്കിന് മരണം, ജാതി, കുടുംബം, നാശം, നഷ്ടം, ദാരിദ്ര്യം, അവസാനം, വംശം എന്നൊക്കെയാണ് നിധനം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാ? തുഷാരം, ഹിമം, നീഹാരം, അവശ്യായം, തുഹിനം, പ്രാലേയം. ഇതൊക്കെ എന്താണ്? മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ്. മഞ്ഞ എന്ന നോവൽ എഴുതിയത് MT വാസുദേവൻ നായരാണ്. ബോധധാരാ സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ട മലയാള നോവലാണ് മഞ്ഞ്. അത് എഴുതിയതിന്റെ പേരിലാണ് MT വാസുദേവൻ നായരെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കുന്നത്. ഓർക്കുന്നുണ്ടാകുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. പാദപങ്കജം എന്ന വാക്ക് എങ്ങനെ വിഗ്രഹിക്കാം എന്നതാണ് ചോദ്യം. പാദമാകുന്ന പങ്കജം, പാദത്തിലെ പങ്കജം, പാദവും പങ്കജവും, പങ്കജമാകുന്ന പാദം. ഏതാ? പാദമാകുന്ന പങ്കജം. അതാണ് ശരിയായ പ്രയോഗം. പാദം കാലാണ്, പങ്കജം താമരയാണ് അല്ലെ. ദൈവങ്ങളെയൊക്കെ വർണ്ണിക്കുന്ന അവസരത്തില് പാദപങ്കജം എന്ന് പ്രയോഗിക്കാറുണ്ട്. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? മുഖകമലം എന്ന് പറയാറുണ്ട് അല്ലെ. മുഖകമലം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? മുഖമാകുന്ന കമലം. അതുപോലെ ഒരിടയ്ക്ക് വിവാദമായി വന്നൊരു പരീക്ഷാ ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: കരാരവിന്ദം 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ മറ്റോ VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ ഒരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു. ആ ഭാഗത്ത് കരാരവിന്ദം എന്ന വാക്ക് VT ഭട്ടതിരിപ്പാട് പ്രയോഗിക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് കൂടെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാണ്, മറന്നുപോയി. അപ്പൊ ഈ കരാരവിന്ദം എന്ന വാക്കിന് പാഠപുസ്തകത്തിൽ ആ പാഠത്തിന്റെ കൂടെ ഫുട് നോട്ടായിട്ട്, അടിക്കുറിപ്പായിട്ട് എന്താ കൊടുത്തിരിക്കുന്നേ? കരാരവിന്ദം എന്നാ കൊടുത്തിരിക്കുന്നേ. കരമാകുന്ന അരവിന്ദം എന്നാണ് ഫുട് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കരമാകുന്ന അരവിന്ദം. അരവിന്ദം താമരയാണ്, കരം എന്ന് പറഞ്ഞാൽ കൈയാണ്. പക്ഷേ ഈ വാക്ക് പാഠപുസ്തകത്തിൽ പാഠഭാഗത്തിന് ശേഷം കരമാകുന്ന അരവിന്ദം എന്ന് എഴുതുകയും അഭ്യാസത്തിന്റെ കൂടെ എന്തെഴുതുകയും ചെയ്തു? അരവിന്ദം പോലുള്ള കരം എന്ന് എഴുതുകയും ചെയ്തു. അങ്ങനെ പരീക്ഷയ്ക്ക് ആൻസർ കീയിൽ എന്തായിരുന്നു? അരവിന്ദം പോലുള്ള കരം എന്നാണ് ആൻസർ കീയിൽ വന്നിരുന്നത്. പക്ഷെ അത് തെറ്റായ പ്രയോഗമാണ്. പിന്നീട് ആ ചോദ്യം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. മുൻകാല ചോദ്യ പേപ്പറുകളിലൂടെ കടന്നുപോയിട്ടുള്ളവർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ ആകുന്ന എന്ന വാക്ക് വെച്ചുകൊണ്ട് വിഗ്രഹിക്കാവുന്ന ചില പദങ്ങൾ നോക്കിക്കേ. സുഹൃതാമൃതം, സുഹൃതമാകുന്ന അമൃതം. മുഖകമലം, മുഖമാകുന്ന കമലം. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. കരാരവിന്ദം, കരമാകുന്ന അരവിന്ദം. ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ ആൻസർ കീ ഡിസ്കഷനില് അല്ലെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനില് ഈ ചോദ്യവും ഈ ഓപ്ഷനുകളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തിരുന്നതാണ്. ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം വളരെ എളുപ്പമാണ്, പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്ഷൻ
നമ്മൾ പഠിച്ചിട്ടുള്ള ഉത്തരം ഓപ്ഷനിൽ ഇല്ലായിരുന്നു. നോക്കിക്കേ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും പയ്യെ തിന്നാൽ പനയും തിന്നാം. പക്ഷെ ഓപ്ഷനിൽ ആരില്ല, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളത് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? മോസ്റ്റ് പ്രോബബിൾ ആൻസർ അല്ലേ? പതുക്കെ പറഞ്ഞാലും പന്തളത്ത് കേൾക്കാം, മടിയൻ മല ചുമക്കും, നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം അല്ലെ? ആശയവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അതായത് പതുക്കെയും നിരന്തരവുമായി നടത്തുന്ന അധ്വാനം വിജയത്തിൽ കലാശിക്കും, അല്ലെങ്കിൽ ഏത് അമാനുഷികമായ പ്രവൃത്തിയും സാധ്യമാക്കാനായിട്ട് നിരന്തരമായ പരിശ്രമം നമ്മളെ സഹായിക്കും എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് ശൈലിയാണ് ഏത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പൊ അതിന് സമാനമായിട്ട് മലയാളത്തിൽ എന്ത് പറയാം? പയ്യെ തിന്നാൽ പനയും തിന്നാം. അതാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. അതേ ആശയം വരുന്ന മറ്റൊരു ചൊല്ലാണ് ഏത്? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. നിങ്ങളിത് ശരിയാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില ശൈലികൾ നമുക്കൊന്ന് പരിശോധിക്കാം. കാട്ടിലെ തടി തേവരുടെ ആന, എ ഹയേർഡ് ഹോഴ്സ് ടൈഡ് നെവർ എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാനുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. തടി കാട്ടിലെയാണ്, ആനയോ തേവരുടേതുമാണ്. അപ്പോ ആനയെ കൊണ്ട് എത്ര പണിയെടുപ്പിച്ചാലും എനിക്ക് അല്ലെ അതൊരു നഷ്ടമേ അല്ല, കാരണം ഞാനുമായിട്ട് ഇതിന് ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് പോലെയാണ്. വാടകയ്ക്ക് എടുത്ത കുതിരയാണ്, അപ്പോ അത് ക്ഷീണിച്ചോ, അതിന് കുറച്ച് ആഹാരം കൊടുക്കണോ എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? കുതിര എന്റെ അല്ല, അത് എത്ര വേണമെങ്കിലും പണിയെടുത്തോളും എന്നുള്ള അർത്ഥത്തില്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല, ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത് അല്ലെങ്കിൽ സൂപ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം, എ ബൂർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക് എന്ന് പറയാറുണ്ട് അല്ലേ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്ന് പറയാറുണ്ട്. കിട്ടിയല്ലോ? ഇതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ് ഏത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നുള്ളതും ആശയവുമായി ഒക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. ചേർത്തെഴുതുക. കടൽ അധികം പുറം അല്ലെ? നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ലേ? എൽ എന്ന ശബ്ദം ലോപിച്ചു പോവുകയും പകാരം ഇരട്ടിക്കുകയും ചെയ്യും. അങ്ങനെ കടൽ അധികം പുറം ചേർത്തെഴുതുമ്പോ എന്ത് കിട്ടും? കടപ്പുറം എന്ന് കിട്ടും അല്ലെ? കടപ്പുറമാണ് ശരിയായ പ്രയോഗം. അതുപോലെ പായ് അധികം കപ്പൽ അല്ലെ? ഇത് ചേർത്തെഴുതുമ്പോ എന്ത് കിട്ടും? പാക്കപ്പൽ എന്ന് കിട്ടും അല്ലെ? പാക്കപ്പൽ. ഇതുപോലെ തന്നെയല്ലേ സംഭവിക്കുന്നേ? ഇതുപോലെ തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ക്ലാസ്സിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും സമീപകാലത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതുമായ ചില വാക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2024 നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 2-ലും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയിലും വന്ന ചോദ്യമായിരുന്നു ആ അധികം അൾ. ചേർത്തെഴുതുമ്പോ എന്ത് കിട്ടും? അവൾ എന്ന് കിട്ടും കേട്ടോ. അവൾ എന്ന് കിട്ടും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അയാൾ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം എന്നുള്ളതാണ്. ആ അധികം ആൾ ആണ് എന്താകുന്നത്? അയാൾ ആകുന്നത്. അതുപോലെ അറ്റോമിക് വെപ്പൺ, അതിന്റെ മലയാളം ആണവായുധ അല്ല കേട്ടോ, അണ്വായുധമാണ്. അണു അധികം ആയുധം ചേർത്തെഴുതുമ്പോ എന്ത് കിട്ടും? അണ്വായുധം എന്ന് കിട്ടും. അതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അബ്ജം. അബ്ജം എന്ന് പറഞ്ഞാൽ താമരയാണ്. അതെങ്ങനെ പിരിച്ചെഴുതാം എന്ന് ചോദിച്ചിരുന്നു. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെള്ളത്തിന്റെ പര്യായ പദമാണ്. ജം എന്ന് പറഞ്ഞാൽ ജനിച്ചത്, വെള്ളത്തിൽ ജനിച്ചത് എന്നുള്ള അർത്ഥത്തിലല്ലേ? വാരിജം, സരസിജം തുടങ്ങിയ വാക്കുകൾ, അംബുജം തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ താമരയുടെ പര്യായമായിട്ട് പറയാറുള്ളത്. അപ്പോ അബ്ജം എന്ന് പറഞ്ഞാലും എന്തു തന്നെയാണ്? താമരയുടെ തന്നെ പര്യായമാണ്. അഭി അധികം ഉദയം ചേർത്തെഴുതുമ്പോ അഭ്യുദയം എന്ന് വരുന്നു. അതുപോലെ ഈ വർഷത്തെ ലാബ് അറ്റൻഡർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അല അധികം ആഴി. ചേർത്തെഴുതുമ്പോ അലയാഴി. യാ എന്ന ശബ്ദം ആഗമിച്ചത് കൊണ്ട് എന്തിനു ഉദാഹരണം? ആഗമസന്ധിക്ക് ഉദാഹരണം. അണു അധികം ആയുധം അണ്വായുധമാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ അന്വർത്ഥം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? അനു അധികം അർത്ഥമാണ്,
ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? അന്വർത്ഥമാകുന്നത്. കിട്ടിയല്ലോ. അപ്പോ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നടന്ന LDC പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ, വൊക്കാബുലറി ചോദ്യങ്ങൾ മാത്രമല്ല, സിനിമ, സാഹിത്യം, സംസ്കാരം, കല തുടങ്ങിയ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യവും നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വിശകലനം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. നിങ്ങളാണ് ഈ പരീക്ഷ എഴുതിയിരുന്നതെങ്കിൽ ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഇതിൽ ഏതൊക്കെ നിങ്ങൾ ശരിയാക്കി എന്ന കാര്യവും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കും എല്ലാവർക്കും മികച്ച വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.